നമസ്തേ. 2/3/2025 ഞായറാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് കൃത്യമായി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ അതിൻ്റേതായ ഒരധ്വാനമുണ്ട്, ശരിക്കും ഒരു അധ്വാനമുണ്ട്. അത് മനസ്സിലാക്കി വേണം നിങ്ങളിതിനെ കാണാൻ. പുതിയതായി ഏതെങ്കിലും തൊഴിൽ മേഖല കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സ്വീകരിക്കാവുന്ന മേഖലകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം കഴിയുന്നത്ര. പിന്നെ ഇത് നിങ്ങൾ കഴിയുന്നതും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താലാണ് വീണ്ടും ഇത് ഇടണം എന്ന് എനിക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇത് ഇടാൻ വേണ്ടി നിങ്ങളുടെ ഒരു പിന്തുണ കൂടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും എന്തെങ്കിലും ഒരു സ്റ്റിക്കറാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു പൊതുവായ ഫലം എന്ന രീതിയിൽ ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും നക്ഷത്ര ഫലങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഇത് തൊഴിൽ മേഖല മാത്രമാണ്. ഇത് 6 മണിക്ക് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ഇത് ശ്രദ്ധിക്കുക. കാരണം മറ്റ് ചാനലിലൊന്നും ഫുൾ വീഡിയോസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ വ്യക്തമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 1/2 മണിക്കൂറിൽ കൂടുതൽ വരുന്ന വീഡിയോകളാണ് ഇടുന്നത്. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. ഈ മേടക്കൂറുകാരുടെ തൊഴിൽ മേഖല പൊതുവെ മേടക്കൂറുകാർക്ക് തൊഴിൽ ഭാഗം വലിയ ദോഷമില്ലാത്ത ദിവസമാണ്. പൊതുവെ അനുകൂലമായ ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേടക്കൂറുകാർക്ക് അനുകൂലമല്ല. അതേപോലെ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിക്കണം. മേടക്കൂറുകാർ, എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ ഇവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. ഗവേഷക വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് മേന്മയില്ല. ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. PR മേഖല ശ്രദ്ധിക്കണം. അതുപോലെ ഡേറ്റ അനാലിസിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. പൊതുവെ എല്ലാ തൊഴിൽ മേഖലയും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പറയുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തൊഴിൽ മേഖല നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പൊതുവെ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലകളെല്ലാം അനുകൂലമാണ്. കച്ചവട സ്ഥാപനങ്ങൾ പൊതുവെ അനുകൂലമാണ് മേടക്കൂറുകാർക്ക്. സ്റ്റാർട്ടപ്പുകളൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർ, ശില്പികൾ ഇവർക്ക് അനുകൂലമാണ്. ആയോധന കലാരംഗം അനുകൂലമാണ്. മാനേജിംഗ് മേഖല അനുകൂലമാണ്. കാർഷിക മേഖല പൊതുവെ അനുകൂലമാണ്. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലകൾ അനുകൂലം. ടെക്സ്റ്റൈൽസ് മേഖല പൊതുവെ ചെറുതും വലുതുമായ മേഖല അനുകൂലമാണ്. ചികിത്സാ രംഗം അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖല, അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ അനുകൂലമാണ്. പരിസ്ഥിതി പ്രവർത്തകർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. കച്ചവടക്കാർ പൊതുവെ വഴിയോര കച്ചവടക്കാരായാലും മറ്റ് കച്ചവടക്കാരായാലൊക്കെ അവർക്ക് നേട്ടമുള്ള ദിവസമായിരിക്കും. മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവെ അനുകൂലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 2/3/2025. അതേപോലെ ബേക്കറി പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക്, ഹോട്ടലുകാർക്കൊക്കെ മേന്മയുള്ള ഒരു ദിവസമാണ്. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ, പ്രതിരോധ മേഖലയിലും സൈനിക മേഖലയിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ,
മൃഗസംരക്ഷണ മേഖല നേരത്തെ പറഞ്ഞു, IT മേഖല, മാനേജിംഗ് മേഖല, സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി തുടങ്ങിയ മേഖല പൊതുവെ അനുകൂലമാണ്. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട ഇത് അനുകൂലമാണ്. അതേപോലെ ദേവകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപർ തുടങ്ങിയ എഡിറ്റിംഗ് മേഖല, സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആസൂത്രണം, പ്രൊജക്റ്റ് വർക്കുകളൊക്കെ അനുകൂലമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോ തുടങ്ങിയൊക്കെയുള്ളത്, ബ്യൂട്ടി പാർലറുകാർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റല്, സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതേപോലെ ആഭരണ മേഖല, വാഹന സംബന്ധമായ മേഖലകൾ, ആരോഗ്യ മേഖല, പൊതുവെ ഹോം നഴ്സിംഗ് മേഖല ഒക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ മേന്മയുണ്ട് മേടക്കൂറുകാർക്ക്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ മേന്മ മേടക്കൂറുകാർക്ക് ഉണ്ട്. ഇനി ഇടവക്കൂറ്, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഈ ഇടവക്കൂറുകാർക്ക് 2/3/2025 ഞായറാഴ്ച. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അനുകൂലമാണ്. പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്കൊക്കെ മേന്മയുണ്ട്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, അതേപോലെ മര വ്യവസായം, എക്സിക്യൂട്ടീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ മേന്മയുള്ള ദിവസമാണ്. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖല, മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ, സ്ത്രീകൾ മുൻതൂക്കം നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുള്ളവർ അവർക്ക് ഒക്കെ മേന്മയാണ്. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ, മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബേക്കറി, അതേപോലെ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയൊന്നുമില്ല. അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലമല്ല. ചില കച്ചവടങ്ങളൊക്കെ പ്രത്യേക അനുകൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മേന്മയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളൊന്നും അത്ര അനുകൂലമൊന്നുമല്ല. ഇലക്ട്രോണിക്സ് മേഖല ഇടവം രാശിക്കാർക്ക് അനുകൂലമല്ല. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള ഇതൊന്നും അത്ര അനുകൂലമല്ല. ആട് ഫാം നടത്തുന്നവർക്ക് അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. പൊതുവെ മാനേജിംഗ് മേഖല ഒന്ന് ശ്രദ്ധിക്കണം. ബിസിനസ് രംഗം അത്ര മേന്മയേറിയതെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ഇടവക്കൂറുകാർക്ക് ഒരു ദൈവാധീനക്കുറവുണ്ട്. അതെല്ലാ മേഖലയിലും ബാധിക്കും. എന്നാൽ വിദ്യാഭ്യാസ മേഖല ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ അവർക്കൊക്കെ മേന്മയുണ്ടാകും. ഗവേഷക വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ഒരു ദിവസമായിരിക്കും. ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, ചെറുകിട ധനകാര്യ മേഖല, PR മേഖല, അതാണ് വൻകിട ധനകാര്യ മേഖല അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതേപോലെ അവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല.
അഭിഭാഷകർ, ന്യായാധിപന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ എഡിറ്റിംഗ് മേഖല അത്ര മേന്മെന്ന് പറയാൻ കഴിയില്ല, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ടൂറിസം, അതേപോലെ വൻകിട ബിസിനസ്സുകാർ, സർക്കാർ ജീവനക്കാർക്കൊന്നും അനുകൂലമല്ല. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ, ആസൂത്രണ മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. നയതന്ത്ര മേഖല, അങ്ങനെയൊക്കെയുള്ള രാജ്യാന്തര മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എന്നാൽ ഫാഷൻ മേഖല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങൾ, ആഡംബര വസ്തുക്കളൊക്കെ അവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മാരേജ് ബ്യൂറോ, അതിലെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, ഇവരൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, അതേപോലെ ഇൻറ്റീരിയർ ഡിസൈനർ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, കലാരംഗം, ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ തന്നെ നിർമ്മാണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലക്കാർക്കും അനുകൂലമാണ്. മത്സ്യമാംസാദി കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്കൊക്കെ മേന്മയുള്ളതാണ്. അതേപോലെ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്ന ആളുകൾക്കും മേന്മയുണ്ട്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ മേന്മയുള്ള ഒരു ദിവസമല്ല. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. കുറച്ച് കാലത്തേക്കും കൂടെ അവർക്ക് അങ്ങനെ ആയിരിക്കും. ജാതകമൊക്കെ മേന്മയുണ്ടെങ്കിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും. എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചനക്കാർക്ക് അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, അവർക്ക് മേന്മയുണ്ടാകും. ഗവേഷക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾ, IT മേഖല മൊത്തം പറയാൻ പറ്റില്ല കേട്ടോ. ധനകാര്യ മേഖല, PR മേഖല, ഇതുമായി ബന്ധപ്പെട്ട മേഖലകൾ പൊതുവെ അനുകൂലമായിരിക്കും. ബാക്കി പൊതുവെ എല്ലാ മേഖലകളും അത്ര മേന്മയുള്ളത് എന്നൊന്നും പറയാൻ കഴിയില്ല. മെഡിക്കൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ച് വേണം മിഥുനക്കൂറുകാർ മുന്നോട്ട് പോകാൻ. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല, അതേപോലെ കച്ചവട മേഖല, രാഷ്ട്രീയക്കാർ, ശില്പികൾ, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, ഇതൊന്നും തന്നെ അനുകൂലമായ മേഖലകളല്ല. എന്ന് വെച്ച് നമുക്ക് ഈ വർക്കുകൾ ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് ദൈവാധീനം ഉണ്ടാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത്. സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട മേഖല, അതേപോലെ കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, സ്ത്രീകൾ മുൻകൈയെടുത്ത് ചെയ്യണ മേഖലയൊന്നും മേന്മയില്ല. അതേപോലെ പരിസ്ഥിതി പ്രവർത്തകർ, കച്ചവടക്കാർ, മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ, കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവടവും വരും കേട്ടോ. ലോട്ടറി കച്ചവടം, അങ്ങനെയുള്ളതെല്ലാം വരും. ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിക്കണം മിഥുനക്കൂറുകാർ. അതേപോലെ അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്ന സാഹസിക പ്രവൃത്തികൾ, കച്ചവടക്കാർ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വളരെയധികം ശ്രദ്ധിക്കണം മിഥുനക്കൂറുകാർ. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. നിയമപാലനം, പോലീസ്, കോടതി, അതേപോലെ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇരുമ്പ്, സ്റ്റീലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സ്പോർട്സ് രംഗമൊന്നും അത്ര മേന്മയുള്ളതല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, അല്ലെ കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർ, ന്യായാധിപന്മാർ മുതലായവരൊക്കെ തൻ്റെ മേഖലകളിൽ വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസമാണ്. എഡിറ്റിംഗ് മേഖല, ആസൂത്രണം ഒക്കെ നടത്തുന്നവർ, ടൂറിസം, ബിസിനസ് രംഗത്ത്, അതേപോലെ ഗവേഷക രംഗത്ത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, ഇതൊന്നും അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, സിനിമാ മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയായിരിക്കും ഈ ദിവസം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ മിഥുനക്കൂറുകാർ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർ അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം. പൊതുവേ പറഞ്ഞ മിഥുനക്കൂറുകാർ നല്ല രീതിയിൽ ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്
ഞാൻ ആരെയും നിരാശപ്പെടുത്താനല്ല കേട്ടോ നിങ്ങളുടെ ഈ വീഡിയോ. ഇതിനകത്ത് ചില ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ചാരഫലം അനുസരിച്ചുള്ള എല്ലാ ദോഷങ്ങൾക്കും മാറ്റിയെടുക്കാൻ കഴിയും, പരിഹാരമുണ്ട്. നമ്മുടെ ആചാര്യന്മാരതാ പറയുക, ഗ്രഹചാരഫലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ മേഖലകളിൽ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കുകയും ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ മാറും, ഉറപ്പായിട്ടും മാറും. അപ്പോൾ അതങ്ങനെ മാറിക്കിട്ടി നിങ്ങൾ ദോഷങ്ങളില്ലാതെ ജീവിതത്തെ കൊണ്ടുപോകുന്ന കാണാനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നന്നായി ഈശ്വരാധീനമൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുക. പലതും നമ്മുടെ കൈകളിലല്ലല്ലോ, ഈശ്വരനല്ലേ നമ്മളുടെ ഓരോ ദിവസവും തീരുമാനിക്കുക. അപ്പം നമ്മൾ എത്രത്തോളം കെയറായിട്ട് വേണം ആ ഒരു ദിവസത്തെ സമീപിക്കാൻ എന്നാണ് ഈ ജ്യോതിഷ ശാസ്ത്രങ്ങളൊക്കെ നമ്മളോട് പറയുക. ആ കെയർ എന്താണ്, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ ഈ മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു സേവനം അതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് 2/3/2025 ഞായറാഴ്ച. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല, ദോഷകരമാണ്. എങ്കിലും ദൈവാധീനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മേന്മ ഉണ്ടാകും. ദൈവാധീനം ഉള്ളത് കൊണ്ടുള്ള ഒരു ഗുണം. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്കൊക്കെ ഗുണകരമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റ് വർക്കുകൾ ഇവയൊക്കെ ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. ടൂറിസം മേഖലയിൽ, വൻകിട ബിസിനസ് മേഖലയിൽ, ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന വൻകിട വാർത്താ ഏജൻസികളൊക്കെ ഗുണകരമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാകും. ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അധ്യാപകർ, ഗവേഷകർ, നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരമൊക്കെ ഗുണകരമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവർ, അവർ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മാരേജ് ബ്യൂറോ പോലുള്ളവർക്ക്, ബ്യൂട്ടി പാർലർ, ഇവർക്കൊക്കെ മേന്മയുള്ള ദിവസമായിരിക്കും. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, ഹോസ്പിറ്റലിലെ മറ്റ് ആരോഗ്യ മേഖല അത്ര പോരാ. സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ രംഗമൊക്കെ അനുകൂലമാണ്. ആരോഗ്യ മേഖല അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല. ഞാൻ ചില കാര്യങ്ങൾ അനുകൂലമാണെന്ന് പറഞ്ഞവർക്ക് അനുകൂലമായിരിക്കും, ആ മേഖല ഒഴിച്ചും പറയുന്നിടത്താണ്. മെഡിക്കൽ രംഗം പൊതുവെ അനുകൂലമല്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല വളരെ ശ്രദ്ധിക്കണം. കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കണം. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, ഇവരൊക്കെ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർ, ശില്പികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ വളരെ വളരെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർ, കർക്കിടകക്കൂറുകാർ വാക്കുപിഴ വരാതെ, നാക്കുപിഴ വരാതെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ മരവ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എക്സിക്യൂട്ടീവുകൾ, ആയോധന കലാരംഗത്തുള്ളവർ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പൊതുവെ അത്ര മേന്മയുള്ളതായിരിക്കില്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമായിരിക്കില്ല. സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും കർക്കിടകക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതൊന്നുമല്ല. IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല, കച്ചവടം, റിയൽ എസ്റ്റേറ്റ് മേഖല ഒന്നും അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി, ഇങ്ങനെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. യന്ത്രങ്ങളുടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. അതിലെ ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾ, എഴുത്തുകാർ, ഇങ്ങനെയുള്ളവരൊക്കെ കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ധനകാര്യ മേഖല അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. അപ്പോൾ അവരും ഒന്ന് ശ്രദ്ധിക്കണം.
എന്നാൽ വൻകിട ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേപോലെ നിർമ്മാണ മേഖല അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, അതേപോലെ മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്നവർ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ചിങ്ങം 2/3/2025 ഞായറാഴ്ച ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു തൊഴിൽ മേഖലയായിരിക്കും ഉണ്ടാകുക. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ഫാർമസിസ്റ്റുകൾക്കൊന്നും അത്ര അനുകൂലമല്ല. കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖല അനുകൂലമല്ല. പഴക്കച്ചവടം പൊതുവേ അനുകൂലമല്ല. പഴക്കച്ചവടമാണ് കേട്ടോ. അതേപോലെ രാഷ്ട്രീയക്കാർക്ക്, ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർക്കൊന്നും അനുകൂലമല്ല. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, എക്സിക്യൂട്ടീവ് മേഖല അത്ര അനുകൂലമല്ല. അതേപോലെ സാഹസിക പ്രവൃത്തികളൊക്കെ അനുകൂലമാണ്. സ്ത്രീകളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ പൊതുവെ മേന്മയുണ്ടാകുന്ന ദിവസമാണ്. കച്ചവടം പൊതുവെ അനുകൂലമായിരിക്കും. പ്രതിരോധ സൈനിക മേഖലയ്ക്ക് അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊക്കെ മേന്മയുണ്ടാകും. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇരുമ്പ്, സ്റ്റീല് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മേന്മ. ആട് ഫാമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. IT മേഖല, മാനേജിംഗ് മേഖലയ്ക്ക് അനുകൂലമാണ്. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, യന്ത്രങ്ങളുടെ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മേന്മയുണ്ടാകും. അതേപോലെ വിദ്യാഭ്യാസ മേഖല ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, PR മേഖല, പൊതുവെ ധനകാര്യ മേഖലയൊക്കെ മേന്മയുള്ള ദിവസമാണ്. എന്നാൽ അഭിഭാഷകർക്ക് അത്ര അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ, സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊന്നും മേന്മയില്ല. അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർ ശ്രദ്ധിക്കണം. ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർക്ക് ഒട്ടും മേന്മയില്ലാത്ത ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കളുടെ വിപണനം, ആഡംബര വസ്തുക്കൾ, ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക്, നിർമ്മാണ മേഖലയുള്ളവർക്കൊക്കെ മേന്മയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, മാരേജ് ബ്യൂറോ പോലുള്ളവ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, മാനേജ്മെൻറ്റ് മേഖല അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, സിനിമാ രംഗം, ആരോഗ്യ മേഖല പൊതുവെ ഞാൻ ദോഷങ്ങൾ പറഞ്ഞെടുത്തൊഴിച്ച് ബാക്കി മേന്മയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം, നഷ്ടം വരാതിരിക്കാൻ. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണിയുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2/3/2025 ഞായറാഴ്ച ദൈവാധീനമുള്ളൊരു ദിവസമാണ്. പൊതുവേ തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. മെഡിക്കൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. അതേപോലെ കച്ചവട രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും പൊതുവേ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർ, ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങളൊക്കെ നേട്ടമുണ്ടാകും. സ്വർണ്ണ മേഖലയിലൊക്കെ നേട്ടമുണ്ടാകും. മരവ്യവസായക്കാർ, എക്സിക്യൂട്ടീവുകൾക്കൊക്കെ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് മേന്മയുള്ളതാണ്. അതേപോലെ ടെക്സ്റ്റൈൽസ് മേഖലയിലെ കന്നിക്കൂറുകാർ മേന്മയുണ്ട്. മനോരോഗ ചികിത്സാ രംഗം, പെയിൻറ്റിംഗ് രംഗം, ജലവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നടത്തുന്ന മേഖലകൾ, മൃഗസംരക്ഷണ മേഖല അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ബേക്കറി സാധനങ്ങളുമായി, ഫുഡുമായി ബന്ധപ്പെട്ട മേഖലയും അത്ര അനുകൂലമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ സാഹസിക പ്രവൃത്തികൾ, കച്ചവടം, ഇലക്ട്രോണിക്സ് മേഖല ഇതൊന്നും അത്ര മേന്മയില്ല. മാനേജിംഗ് മേഖല, IT മേഖല, ആട് ഫാം ഇതൊന്നും അനുകൂലമല്ല. നിയമപാലനം, പോലീസ്, കോടതി ഇതൊന്നും അനുകൂലമല്ല. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർക്കും പൊതുവെ അത്ര അനുകൂലമല്ല.
അതുപോലെ വിദ്യാഭ്യാസ മേഖല, പത്രപ്രവർത്തകർ, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഡേറ്റ അനാലിസിസ്റ്റുകൾ ഇവർക്കൊന്നും അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, ധനകാര്യ മേഖല അതൊന്നും അനുകൂലമല്ല. എന്നാൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർക്ക് മേന്മയുള്ള ദിവസമാണ്. എഡിറ്റിംഗ് മേഖല, സർക്കാർ ജീവനക്കാർ, ടൂറിസം, അതേപോലെ വൻകിട ബിസിനസ്സുകാർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, അധ്യാപകർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊന്നും അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖല, മാരേജ് ബ്യൂറോ ഇതൊന്നും അനുകൂലമല്ല. ബ്യൂട്ടി പാർലർ അനുകൂലമല്ല. ഹോസ്പിറ്റലുകളിലൊക്കെ അത്ര മേന്മയെന്ന് പറയാൻ കഴിയില്ല മാനേജ്മെൻറ്റ് മേഖലയിലുള്ളവർക്ക്. ആരോഗ്യ മേഖല ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നവർക്ക്. ഹോം നഴ്സിംഗ് മേഖലയൊന്നും അത്ര അനുകൂലമല്ല. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുണ്ട്. മത്സ്യ മാംസാദി കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കന്നിക്കൂറുകാർക്ക് മേന്മയുണ്ട്. ഇനി തുല, അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് തുലാക്കാർക്ക്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുല. 2/3/2025 ഞായറാഴ്ച. ദൈവാധീനം വളരെ കുറവുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക്, എഴുത്തുകാർക്ക്, പത്രപ്രവർത്തകർക്ക്, ഗവേഷക വിദ്യാർത്ഥികൾക്ക്, ചെറുകിട ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഈ രീതിയിലുള്ള വർക്കുകൾ ഒഴിച്ച് ബാക്കി എല്ലാ തുലാക്കൂറുകാർക്ക് തൊഴിൽ മേഖല വളരെ മോശമാണ്. കച്ചവടമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ പൊതുവെ തൊഴിൽ മേഖലാ രംഗം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തുലാക്കൂറുകാർ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഞായറാഴ്ച അവരുടെ വർക്കുകൾ പൂർത്തിയാക്കാനായിട്ട്. പലർക്കും ഞായറാഴ്ച വർക്കില്ല, സർക്കാർ ജീവനക്കാർക്ക് വർക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർക്കും അവരുടേതായ വർക്കുകളൊക്കെ ചെയ്തു തീർക്കേണ്ടത് അവധി ദിവസങ്ങളിലൊക്കെ ഇരുന്ന് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെയാണ് മേന്മയില്ലായ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ്. ഞായറാഴ്ച സർക്കാർ ജീവനക്കാർക്ക് എവിടെ തൊഴിൽ എന്നൊന്നും ആരും കൂടി ചോദിക്കേണ്ടതെന്നർത്ഥം. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര മേന്മയുള്ള ദിവസം എന്ന് പറയാൻ കഴിയില്ല തൊഴിൽ മേഖലയിലൊക്കെ. എങ്കിലും സർക്കാർ ജീവനക്കാർക്കൊക്കെ പൊതുവെ അന്ന് മേന്മയാണ്. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപർ, അതേപോലെ എഡിറ്റിംഗ് മേഖല, ടൂറിസം, സർക്കാർ ജീവനക്കാർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, അധ്യാപകർ, നയതന്ത്ര മേഖലയിൽ വൻകിട ബിസിനസ്സുകാർ, ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ, സിനിമാ മേഖല, ഹോസ്പിറ്റൽ, വാഹനങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഹോം നഴ്സിംഗ് മേഖല ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൃശ്ചികക്കൂർ എന്ന് പറഞ്ഞാൽ വിശാഖ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. പൊതുവെ വൃശ്ചികക്കൂറുകാർ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നതാണ് ഈ 2/3/2025 അവരുടെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നല്ലത്. നന്നായിട്ട് ഈശ്വരാധീനമൊക്കെ വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം, ധനുക്കൂറുകാർക്ക് ഒരാശ്വാസവുമൊക്കെ ഉള്ള ദിവസമാണ്. പൊതുവെ വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ്. മെഡിക്കൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പഴക്കച്ചവടം അനുകൂലമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല ധനുക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ വിൽപ്പന, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, അതേപോലെ മര വ്യവസായം ഇതൊക്കെ അനുകൂലമാണ്. അതുപോലെ കാർഷിക മേഖല ധനുക്കൂറുകാർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമാണ്.
മനോരോഗ ചികിത്സ, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, അതുപോലെ സ്ത്രീകൾ നടത്തുന്ന വഴിയോര കച്ചവടം, അങ്ങനെ സ്ത്രീകൾ മേൽനോട്ടം ചെയ്യുന്ന കച്ചവടം, അതേപോലെ മൃഗസംരക്ഷണ മേഖല, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയൊക്കെ പൊതുവെ അനുകൂലമാണ് ധനുക്കൂറുകാർക്ക്. അതേപോലെ സാഹസിക മേഖല അനുകൂലമല്ല. കച്ചവടം ഒറ്റവാക്കി പറഞ്ഞാൽ അനുകൂലമല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. സാങ്കേതിക മെക്കാനിക് എഞ്ചിനീയറിംഗ് വിഭാഗം അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി ഇവയൊന്നും അത്ര അനുകൂലമല്ല. എന്നാൽ ധനുക്കൂറുകാരെ സംബന്ധിച്ചോ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവരൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർക്ക് മേന്മയില്ല. ടൂറിസം മേഖല അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അത്ര മേന്മയൊന്നും പറയാനില്ലാത്ത ദിവസമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതൊക്കെ വിൽക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഇവരൊക്കെ അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളെ കച്ചവടം ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന പോലുള്ളവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് 2-3-2025 ഞായറാഴ്ച. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. പൊതുവേ അതിൻ്റെയൊക്കെ മേന്മ ഉണ്ടാകും. എങ്കിലും മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കൊട്ടും അനുകൂലമല്ല മകരക്കൂറുകാർക്ക്. ശില്പികൾ അവർക്ക് അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മരവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല. കാർഷിക മേഖല ഒട്ടും അനുകൂലമല്ല. സ്ത്രീകൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് ബിസിനസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ എന്നാൽ സാഹസിക കർമ്മങ്ങൾ, കച്ചവടം അനുകൂലമാണ്. പൊതുവേ കച്ചവടം അനുകൂലമാണ്. ചില പ്രത്യേക മേഖല അനുകൂലമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഒരല്പം മേന്മ ഉണ്ടാക്കാം. പ്രതിരോധ സൈനിക മേഖല, ഇലക്ട്രോണിക്സും IT മേഖലയൊക്കെ മേന്മയുണ്ട്. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം. ഈ IT മേഖല ഞായറാഴ്ചയോടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ചോദിക്കാം. IT മേഖല 24 മണിക്കൂറും 365 ദിവസവും വർഷത്തിൽ വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് എന്ന് മനസ്സിലാക്കണം എല്ലാവരും. ചില സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കരുതി അങ്ങനെ ചിന്തിക്കരുത്. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖല ഇതൊക്കെ മേന്മയുള്ള ദിവസമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല അത്ര അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. പത്രപ്രവർത്തകർ അനുകൂലമല്ല. ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല പൊതുവെ അത്ര മേന്മയുള്ളതൊന്നും അല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകരായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അധ്യാപക മേഖല, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ അതൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ അനുകൂലമാണ്. ആഭരണ മേഖല പൊതുവെ അനുകൂലമാണ്. ആരോഗ്യ മേഖല അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല, കലാരംഗം അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല അത്ര അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന അത്ര അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസം അല്ല. ഇനി നമുക്ക് കുംഭക്കൂറ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് 2-3-2025. കുംഭക്കൂറുകാർക്ക് പൊതുവെ അത്ര മേന്മയുള്ള ദിവസമൊന്നും അല്ല തൊഴിൽ രംഗത്ത്.
പ്രയാസങ്ങളുള്ള ദിവസം തന്നെയാണ്. ഫാഷൻ മേഖലയും അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ വർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമാ മേഖല മേന്മയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ മേന്മയാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല അതൊന്നും ഇതും അനുകൂലമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുകൂലമാണ്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. ആരോഗ്യരംഗത്തുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നേരിട്ട് രോഗികളുമായി ഇടപെടുന്ന ആരോഗ്യ പ്രവർത്തകർ, അവർ ഈ കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് അത്. അതുപോലെ കച്ചവടക്കാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. അതേപോലെ തന്നെ ഈ മോട്ടിവേഷൻ മേഖലയിലുള്ളവർക്ക്, പെട്ടെന്ന് ഡാമേജ് ആകുന്ന വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മീനം, പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മോശാവസ്ഥയുള്ള സമയമാണ്. എങ്കിലും ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതൊക്കെ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ പോലുള്ള കാര്യങ്ങൾ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമാ മേഖല ഗുണകരമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. ആഭരണ മേഖല ഗുണകരമാണ്. ആരോഗ്യ മേഖല ഒരു സമ്മിശ്രാവസ്ഥയാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ ഗുണകരമാണ്. ഈ പറഞ്ഞ മേഖലയും ഇതുമായി അനുബന്ധപ്പെട്ട മേഖലയും ഒഴികെ ബാക്കി എല്ലാ മേഖലകളും തന്നെ മീനക്കൂറുകാർക്ക് അനുകൂലമല്ല. പൊതുവെ ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസം കൂടെയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മീനക്കൂറുകാർ അവരുടെ കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കർമ്മ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർ, ദോഷം പറഞ്ഞിട്ടുള്ളവർ പ്രവർത്തിക്കുന്നവർ നന്നായിട്ട് ഈശ്വരാരാധന നടത്തിയാൽ, ഭഗവാനെ വിചാരിച്ചാൽ ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ദോഷം വലിയതായിട്ടൊന്നും ബാധിക്കില്ല. ജാതകം പ്രതികൂലമാണെങ്കിൽ ദോഷം നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് അത് മനസ്സിലാക്കി നന്നായി ഈശ്വരാരാധന നടത്തി ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്ന നേരത്ത് വളരെ ശ്രദ്ധ കൊടുക്കുക. അനുകൂലമല്ലാത്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ അപകടകരമായ വർക്കൊക്കെ ചെയ്യുന്നവർ അവരുടെ അങ്ങനെയുള്ള അനുകൂലമല്ലെന്ന് പറഞ്ഞിട്ടുള്ള സുരക്ഷാ മാർഗ്ഗങ്ങളൊക്കെ നന്നായി സ്വീകരിക്കുക. എന്നിട്ട് ആ വർക്കിൽ ഇറങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.